ഏതു കുത്തൊഴുക്കിലും ഇറങ്ങാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും അവരെ സംബന്ധിച്ച് ഈ മേഖലയിൽ ഒരുപാട് ഈ ടെറൈൻ അറിയും, ഇവിടുത്തെ പുഴകളെ അറിയും, അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ടീമാണ് ഈശ്വർ മാൽപ്പയുടേത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘത്തെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നതും. ഏതാണ്ട് 1000-ലധികം ഈ ഇങ്ങനെയുള്ള ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ടീമാണ്. ഇപ്പോൾ നോക്കൂ, ദൃശ്യങ്ങൾ കാണാം. മോട്ടോറുകൾ ഉൾപ്പെടെ ഇവരുടെ പക്കലുണ്ട്. അതിനുള്ളിൽ, ആ പെട്ടിക്കുള്ളിലാണ് ഈ മുങ്ങൽ പരിപാടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഏതായാലും കൃത്യമായിട്ടുള്ള ഉപകരണങ്ങളോട് കൂടിയൊക്കെയാണ് ഈ സംഘം വന്നിട്ടുള്ളത്. നിലവിൽ മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രനും മുഹമ്മദ് റിയാസും പോകുന്ന ദൃശ്യങ്ങൾ, സംഭവ സ്ഥലത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളക്ടറുണ്ട്, SP ഉണ്ട്. അതുപോലെ തന്നെ ഈ യോഗം ഇപ്പോൾ അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ യോഗത്തിന് പിന്നാലെ ആവണം ഒരു പക്ഷേ ഈ സംഘം അവിടേക്ക് പോകുന്നത്. ഏതായാലും മന്ത്രി AK ശശീന്ദ്രൻ എത്തിയതിനു ശേഷം യോഗം ചേരും എന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, MLA മാർ, ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സച്ചിൻ ദേവും അതുപോലെ തന്നെ ലിൻഡോ ജോസഫും MLA, AKM അഷ്റഫ് MLA, അവരെല്ലാം തന്നെ ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈശ്വർ മാൽപ്പയും സംഘവും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. 11 മണിയോട് കൂടി തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിക്കാനാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോഴും നമ്മൾ വിസ്മരിക്കരുതാത്ത ഒരു കാര്യമുണ്ട്. ഈ പുഴയിലെ കുത്തൊഴുക്ക് പ്രവചനാതീതമാണ്. അത് വളരെ അധികമാണ്. അത് നമുക്ക് അതിനെ ഭേദിച്ച് കടക്കുക എന്നുള്ളത് എളുപ്പമല്ല. പക്ഷേ നേരത്തെ മധുവേട്ടൻ പറഞ്ഞ പോലെ പ്രാദേശികമായി അറിവുകളുള്ള ആളുകളെ കൊണ്ടുവന്നാൽ അതിന് കൂടുതൽ സൗകര്യം അല്ലെങ്കിൽ കൂടുതൽ ഗുണകരമാകും, പ്രയോജനപ്രദമാകും എന്നുള്ള പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങാനുള്ളൊരു അനുമതി സൈന്യം അല്ലെങ്കിൽ നാവികസേന കൊടുക്കേണ്ടതുമുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഈ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള നാവികസേനാംഗങ്ങൾ പറയുന്നതനുസരിച്ച് 3 നോട്ടെങ്കിലും ആയാൽ മാത്രമേ ഒരു ഡൈവെങ്കിലും ചെയ്ത് ഒരു ശ്രമമെങ്കിലും നടത്താനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇപ്പോൾ പക്ഷേ പുഴയിലെ ഒഴുക്ക് 8-ന് മുകളിലാണ്. ആ ഗതിശക്തിയെ ഭേദിക്കാൻ ഇവർക്കാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഒരു കാര്യം. ഏതായാലും അവിടെ ഇപ്പോൾ നാവികസേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. നിലവിൽ ഇവർ ഒരു ബോട്ടിൽ നമ്മൾ കണ്ട ആ സ്പോട്ടിലേക്ക് പോകും. ആ സ്പോട്ടിലെത്തി അവർ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിന് ആങ്കറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള തീർത്തും സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളാണ് സ്വീകരിക്കുക എന്ന് ഇവർ അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ ഭാഗം, നമ്മൾ ഈ കാരാവലി കർണാടകയുടെ ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരുപാട് സ്കൂബ ഡൈവിംഗ് ടീമുകളുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു സൈഡിൽ മലയാണെങ്കിൽ മറുവശത്ത് കടലാണ്. ഈ കടൽ കേന്ദ്രീകരിച്ചുള്ള സ്കൂബ ഡൈവിംഗ് സംഘങ്ങൾ ഈ ഗോവ മുതൽ മംഗലാപുരം വരെയുള്ള ബെൽറ്റിൽ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ട് ഒരുപാട് സ്കൂബ ഡൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഉണ്ട്. അവരുടെ സേവനമൊക്കെ ലഭ്യമാക്കുക എന്നുള്ള കാര്യം തന്നെയാണ് ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഇടപെടലിലൂടെ സാധ്യമായിരിക്കുന്നത്. ഈശ്വർ മാൽപ്പെ സംഘം ഈ പ്രദേശത്ത് വളരെ പേരുകേട്ട ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത് പരിചയമുള്ള സംഘങ്ങളാണ്. അവരുടെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ 1000-ഓളം ഇങ്ങനത്തെ ഓപ്പറേഷനിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വിളി വന്നപ്പോൾ അവരിവിടേക്ക് എത്തിയെന്ന് മാത്രം. ഒരു കാര്യം ആലോചിക്കണം, ഈ നാവികസേന കൂടി പറയാൻ അല്ലെങ്കിൽ ഇറങ്ങാൻ മടിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് സധൈര്യം ഇവർ ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇവർക്കതിന് ആദ്യം അനുമതി കിട്ടണം. പുഴയിലെ ഒഴുക്ക് ഏതെങ്കിലും തരത്തിൽ കൺട്രോൾ ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ലോറിയുടെ ഇപ്പോഴത്തെ സ്ഥാനം എവിടെ എന്ന് കൃത്യമായി വീണ്ടും, അതായത് കഴിഞ്ഞ ദിവസം കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്പം ലോറി തെന്നി മാറിയോ എന്നുള്ള ഒരു സംശയം പരിശോധനകളിൽ തോന്നിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉറപ്പിച്ച ശേഷമായിരിക്കും ഇവർ ഈ പുഴയിലേക്ക് ഇറങ്ങുക. നിലവിൽ ഏതായാലും ഈശ്വർ മാൽപ്പയും സംഘവും
അകത്തേക്ക് പോയിട്ടുണ്ട്. അവർ 11 മണിയോട് കൂടി തന്നെ പുഴയിലേക്ക് ഇറങ്ങുന്ന നടപടികൾ ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഘത്തിൽ 8 പേരാണുള്ളത്. പുഴയിൽ ഒഴുക്കിൽ ഇറങ്ങുന്നതിനുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെയാണ്, എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഇവർ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അല്പസമയം മുൻപ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിയിരുന്നു. മന്ത്രിയും സംഘാംഗങ്ങളും, അതായത് മുഹമ്മദ് റിയാസും എ.കെ. ശശീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ നേതാക്കളും ജില്ലാ ഭരണകൂടവും ഒക്കെ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇതിനു മുന്നോടിയായി ഒരു അവലോകന യോഗം ഇവിടുത്തെ IBയിൽ ചേരുകയും ചെയ്തിട്ടുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നാണ് മന്ത്രി രാവിലെ തന്നെ അറിയിച്ചത്. ഇന്നലെയും അക്കാര്യങ്ങൾ അറിയിച്ചു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പൊന്റ്യൂൺ ബ്രിഡ്ജ് ഉണ്ടാക്കി, ഒരു ബേസ് ഉണ്ടാക്കി, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, അതിൽ നിന്ന് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനം ചെയ്യാനാകുമോ എന്ന് പരിശോധിക്കുന്നത്. അത് ഗോവയിൽ നിന്ന് എത്തിക്കുമെന്നും അറിയിച്ചിരുന്നു. ഏതായാലും അങ്ങനെ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ഇങ്ങനെ മുങ്ങൽ വിദഗ്ധരെയൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാദൗത്യം അതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷിരൂരിൽ എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് മാൽപ്പയിൽ നിന്നുള്ള സംഘം, കർണാടക സൈന്യം എന്ന് തന്നെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം, മത്സ്യത്തൊഴിലാളികളാണ്. പ്രാദേശികമായി ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. 1000-ലധികം ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നവർ പറയുന്നു. പോലീസിന് പോലും പല ഇടങ്ങളിലും അവർ നിസ്സഹായരായി വരുമ്പോൾ ഇവരെ സഹായം അഭ്യർത്ഥിക്കാറുണ്ടെന്നും അങ്ങനെ ഇവർ ചെല്ലാറുണ്ട് പല ഒഴുക്കുകളിലേക്കും എന്ന് ഇവർ തന്നെ പറയുകയാണ്. അപ്പോൾ നിലവിൽ 8 നോട്ട്സാണ് നിലവിലെ ഒഴുക്കെന്ന് പറയുന്നത് ഈ ഗംഗാവലിയിലെ. അപ്പോൾ അതിന് ഇവർക്ക് നേരിടാനാകുമോ, ആ ഒഴുക്കിനെതിരെ ഇവർക്ക് നീന്തി കയറാനാകുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്.